പ്രിയരെ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃച്ഛികതയല്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ അറിഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കാനും വിടുവിക്കാനും ദൈവം തന്നെ ഒരുക്കിയ ഒരു നിമിഷമാണിത്. ഇന്ന് അനേകം കുടുംബങ്ങൾ കടന്നുപോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക തകർച്ചയും കടഭാരങ്ങളും. രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടാറുണ്ടോ? കടം തന്നവർ ചോദിച്ചു വരുമ്പോൾ അവർക്ക് മുൻപിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അപമാനത്താൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടോ? ബാങ്കുകളിൽ നിന്നുള്ള നോട്ടീസുകളോ മറ്റുള്ളവരുടെ ചോദ്യങ്ങളോ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം സ്വന്തം കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരോട് പോലും ദേഷ്യപ്പെടുന്ന അവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ? മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ അവസ്ഥകൾ പറയുമ്പോൾ അവർ നിങ്ങളെ പരിഹസിച്ചേക്കാം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ സകലവും സൃഷ്ടിച്ച ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ കണ്ണീർ അവിടുന്ന് കാണുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ദൈവം ഒരിക്കലും തന്റെ മക്കളെ കൈവിടുകയില്ല. സങ്കീർത്തനങ്ങൾ 37:25 ദാവീദ് ഇപ്രകാരം പറയുന്നു: ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, എങ്കിലും നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ്. ബൈബിളിൽ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ നാം ഒരു വിധവയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചുപോയി. ആകെയുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം തീർന്നു. കടം കൊടുത്തവർ അവരുടെ 2 മക്കളെയും അടിമകളാക്കി കൊണ്ടുപോകാൻ വന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവൾ ദൈവപുരുഷനായ എലീശയുടെ അടുക്കൽ ഓടിച്ചെന്നു. അവളുടെ കയ്യിൽ ആകെയുണ്ടായിരുന്നത് ഒരു കലശം എണ്ണ മാത്രമായിരുന്നു. എന്നാൽ ദൈവം ആ അല്പകമായ എണ്ണയെ വർദ്ധിപ്പിച്ച് അവളുടെ കടങ്ങളെല്ലാം തീർക്കാനും ശിഷ്ടകാലം മക്കളോടൊപ്പം ജീവിക്കാനുമുള്ള വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. പ്രിയരെ, അന്ന് ആ വിധവയുടെ കണ്ണീർ കണ്ട ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര ചെറുതാണെങ്കിലും ദൈവം അതിൽ തൊടുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി മാറും. ആവർത്തന പുസ്തകം 28:12 ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. യഹോവ നിന്റെ ദേശത്തു തക്ക സമയത്ത് മഴ പെയ്യിക്കേണ്ടതിനും നിന്റെ കൈവേലയൊക്കെയും അനുഗ്രഹിക്കേണ്ടതിനും നിന്റെ നല്ല ഭണ്ഡാരമായ ആകാശം നിനക്ക് തുറന്നു തരും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം. നിങ്ങൾ വായ്പ വാങ്ങുന്നവരല്ല, കൊടുക്കുന്നവരായി മാറും. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഇനി ഒന്നിനെക്കുറിച്ചും ഓർത്ത് ഭാരപ്പെടരുത്. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം യേശുവിന്റെ കാൽക്കൽ സമർപ്പിക്കുക. ഇപ്പോൾ എവിടെയിരുന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ വലതുകൈ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക. കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്റെ കടങ്ങളെല്ലാം മാറ്റണമേ എന്ന് മനസ്സിൽ പറയുക. പൂർണ്ണ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന എന്നോടൊപ്പം ഏറ്റുചൊല്ലുക. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സകല സൃഷ്ടികൾക്കും ആഹാരം നൽകുന്ന യഹോവയെ, ഞങ്ങളുടെ സ്വന്തം ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ നിമിഷം ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഏകാഗ്രതയോടെ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. നാഥാ, ഇവരുടെ ഉള്ളിലെ ഭാരങ്ങളെ അങ്ങ് അറിയുന്നുവല്ലോ. മനുഷ്യരാരും അറിയാത്ത, പങ്കുവെക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഇവരെ അങ്ങിപ്പോൾ തൊടയണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിലുള്ള സകല കടഭാരങ്ങളുടെയും നുകങ്ങളെ ഞാനിപ്പോൾ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഇവരുടെ മുൻപിൽ സ്വർഗത്തിലെ അത്ഭുതത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ബാങ്കുകളിൽ നിന്നുള്ള ഭീഷണികളോ ജപ്തി നടപടികളോ കടം കൊടുത്തവരുടെ ചോദ്യങ്ങളോ മൂലം ഭയന്നിരിക്കുന്ന മക്കൾക്ക് അങ്ങയുടെ ദൈവീക സമാധാനം ഇപ്പോൾ ലഭിക്കുമാറാകട്ടെ. പിതാവേ, അടങ്ങിപ്പോയ ബിസിനസ് വഴികളെ അങ്ങ് തുറക്കേണമേ. നഷ്ടപ്പെട്ടുപോയ ജോലികൾക്ക് പകരം ഇരട്ടിയായ അനുഗ്രഹത്തോടെ പുതിയ വാതിലുകൾ തുറന്നു കൊടുക്കണമേ. അധ്വാനിക്കുന്ന കൈകളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ജോലി സ്ഥലങ്ങളിൽ ഇവർക്ക് പ്രമോഷനുകളും സാമ്പത്തിക വർധനവും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുമാറാകട്ടെ. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിസയ്ക്കായി കാത്തിരിക്കുന്നവർക്കും അവിടുന്ന് അത്ഭുതകരമായി വഴിയൊരുക്കണമേ. കർത്താവെ, പണം കാരണം ഈ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കട്ടെ. മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഭാവി കാര്യങ്ങൾക്കും യാതൊരു മുടക്കവും വരാതെ അവിടുന്ന് അതെല്ലാം സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് നൽകി അനുഗ്രഹിക്കണമേ. ആവശ്യമായ ചെലവുകളും രോഗങ്ങൾ മുഖാന്തരമുള്ള ധനനഷ്ടങ്ങളും ഈ കുടുംബത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ ദൈവമോ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ എന്റെ ധനത്തിനൊത്തവണ്ണം യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന വചനപ്രകാരം ഇന്നു മുതൽ ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ സാമ്പത്തിക മുന്നേറ്റം ആരംഭിക്കട്ടെ.
ഇന്നലെ വരെ അപമാനിക്കപ്പെട്ട ഇടങ്ങളിൽ അവർ അങ്ങയുടെ നാമത്തിൽ മാനിക്കപ്പെടട്ടെ. കടം വാങ്ങുന്നവരുടെ അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവർക്ക് സഹായം കൊടുക്കാൻ തക്കവണ്ണം ഇവരെ അങ്ങ് ഉണർത്തേണമേ. സകല മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രവും. സകലവും യേശുക്രിസ്തുവിന്റെ ജീവനുള്ള നാമത്തിൽ തന്നെ ചോദിക്കുന്നു. ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം നിങ്ങളുടെ കടങ്ങളെല്ലാം മാറ്റി നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുന്നു. ഇനി ഒന്നിനെക്കുറിച്ചും ഓർത്ത് ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ മുൻപോട്ട് പോവുക. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആശ്വാസം നൽകിയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് കമന്റ് ബോക്സിൽ ആമേൻ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളെപ്പോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയോ കുടുംബ പ്രശ്നങ്ങളിൽ കടന്നുപോകുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതൊരു വിടുതലിന്റെ കാരണമായി തീരട്ടെ. ദൈവവചനവും ഇതുപോലുള്ള പ്രാർത്ഥനകളും എന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമന്റിൽ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്.